ബിഗ് ബോസ് മലയാളം സീസൺ 7 8ാം ആഴ്ചയിലെ വീക്ക്ലി ടാസ്കും ഇത് കുളമായിരിക്കുകയാണ്. അടിച്ച് പിരിഞ്ഞെന്ന് പറയാലോ. കമ്പനിയും ക്വാളിറ്റി ചെക്കേഴ്സും തമ്മിൽ പൊരിഞ്ഞടി നടക്കുകയാണ്. കുപ്പിയിൽ മുടി കണ്ടെന്നോ, മൈക്രോസ്കോപ്പ് വെച്ച് ചെക്ക് ചെയ്തെന്നോ, കുപ്പി വലിച്ചെറിയുന്നോ, അടിച്ചു പൊട്ടിക്കുന്നോ, ഫുഡിനെ ബഹുമാനിക്കുന്നില്ല, അങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ലൈവിലില്ല. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഈ പേജ് ഫോളോ ചെയ്തോളൂ. ലൈവിൽ അല്പസമയം മുമ്പ് നമ്മൾ പ്രോമോയിൽ കണ്ട ആ ഒരു ഫൈറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. 3 ജ്യൂസ് കമ്പനിയും കൂടിയിട്ട് ക്വാളിറ്റി ചെക്കേഴ്സിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ക്വാളിറ്റി ചെക്കറായിട്ട് ഇരുന്നിരിക്കുന്നത് അനുമോളും സാബുമാനുമാണ്. മാംഗോ ജ്യൂസ് കമ്പനിയായിട്ട് ആര്യനും, ഓറഞ്ച് ജ്യൂസ് കമ്പനിയായിട്ട് ഷാനവാസും, നാരങ്ങ ജ്യൂസ് കമ്പനിയായിട്ട് അനീഷുമാണ് എത്തുന്നത്. ഇവരുടെ എല്ലാവരുടെയും ജ്യൂസുകളെല്ലാം ക്വാളിറ്റി ചെക്കേഴ്സ് ഇങ്ങനെ ടേബിൾ നിരത്തി വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഈ ക്വാളിറ്റി ചെക്കേഴ്സ് തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൊരുത്തില്ലായ്മയൊക്കെ ഉണ്ട് കേട്ടോ. അവസാനം അനുമോൾ പറയുന്നുണ്ടെന്ന് സാർ ചെക്ക് ചെയ്തോ. അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട് എന്നാൽ ശരി ഞാൻ ചെയ്തോളാം, നീ ചെക്ക് ചെയ്യണ്ട. അങ്ങനെ അവർ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റല്ല, അവർ തമ്മിലൊരു സ്വരച്ചേർച്ചയില്ല. സാബുമാൻ പറയണം എല്ലാ കമ്പനിയുടെയും ഫില്ലിങ് നോക്കാം, ഓരോ ഘട്ടങ്ങളായിട്ട് പോകാം, അല്ലാതെ എല്ലാം കൂടി നോക്കി എല്ലാം കൂടി ഒരു ജ്യൂസ് തന്നെ നോക്കിയിട്ട് അങ്ങനെയല്ല ചെക്ക് ചെയ്യേണ്ടത്. സാബുമാൻ പറയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് സാർ എന്തൊക്കെയാണ് പറയുന്നത്, സാർ അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഒരു കമ്പനിയുടെ കഴിഞ്ഞിട്ട് അടുത്ത കമ്പനിയിലേക്ക് പോയാൽ മതി എന്ന് അനുമോൾ പറയുന്നു. അപ്പോൾ സാബുമാൻ പറയുന്നു വേണ്ട, ഓരോ എല്ലാ കമ്പനിയുടെയും ഒരുമിച്ച് അങ്ങോട്ട് ചെക്ക് ചെയ്യാമെന്ന്. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറയുന്നു. അനുവിനോട് സാബുമാൻ ചോദിക്കുന്നത് നിങ്ങൾ എവിടത്തെ ക്വാളിറ്റി ചെക്കറാണെന്ന്. അനു ആണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ചെക്കറാട്ടോ. ഒരു ചെറിയൊരു പോലെ ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നില്ല, എല്ലാം പിടിച്ച് വലിച്ച് കീറിയൊക്കെയാണ് നോക്കുന്നത്. മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ് എല്ലാ പൊടിയുണ്ടോ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കുന്നത്. നാരങ്ങ ജ്യൂസിൽ ഒരു മുടി കണ്ടു. അനുമോൾ എടുത്ത് കാണിച്ചത് ആ മുടി ഇരിക്കുന്നു. ഒരു കുപ്പിയിലല്ല 2 കുപ്പിയിലാണ് മുടി ഇരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു അയ്യേ ഇതെന്താ മുടി വന്നിരിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ജ്യൂസ് കുപ്പിയിലേക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസ് എടുത്ത് കാണിച്ചൊരു കാര്യമുണ്ട്. ഷാനവാസ് കുപ്പിയിലേക്ക് ജ്യൂസ് ഫില്ല് ചെയ്യുന്നു, അതുകൊണ്ട് ടിഷ്യൂ വെച്ചിട്ട് കുപ്പിയൊക്കെ തുടയ്ക്കുന്നുണ്ട്. ആ സമയത്ത് അനീഷ് ഷർട്ടിൻ്റെ ഇത് വെച്ചിട്ടാണ് ഇങ്ങനെ തുടയ്ക്കുന്നത്. അത് ബിഗ് ബോസ് എടുത്തെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. കുപ്പിയിൽ ജ്യൂസ് ഫില്ല് ചെയ്യുന്നു, തുടയ്ക്കാൻ ടിഷ്യൂ ഉപയോഗിക്കുന്നതിന് പകരമല്ല, ടിഷ്യൂ അല്ലെങ്കിൽ വേറെ തുണി ഉപയോഗിക്കുന്നതിന് പകരം ഫുൾ സ്ലീവ് ഷർട്ടാണ് അനീഷ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഷർട്ടിൻ്റെ ആ തുമ്പ് വെച്ചിട്ടൊക്കെയാണ് അനീഷ് അത് തുടയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പൊടികളൊക്കെ ഉണ്ടാവുമായിരിക്കാം. അങ്ങനെ മാംഗോ ജ്യൂസിൽ 2 ബോട്ടിൽ മാത്രമേ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കി എല്ലാ ജ്യൂസുകളും റിജക്റ്റ് ചെയ്തു. അതായത് ഓറഞ്ച് ജ്യൂസിൻ്റെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, നാരങ്ങ ജ്യൂസിൻ്റെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട് അനീഷ് ദേഷ്യം വന്നു. അനീഷ് എല്ലാ കുപ്പി വലിച്ചെറിഞ്ഞിട്ട് പോരാണ്ട് വീണ്ടും വന്ന് ചവിട്ടി പൊട്ടിക്കുന്നു. ഇത് 3ാമത്തെ റൗണ്ടാണ്, എന്നിട്ട് ഇപ്പോഴാണ് ഇങ്ങനെയാണോ നിങ്ങൾ കാണിക്കുന്നത്, ഇത് എവിടത്തെ ക്വാളിറ്റി ചെക്കറാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അനീഷ് കുപ്പി ചവിട്ടി പൊട്ടിക്കുന്നതൊക്കെ മോശമല്ലേ, അന്നത് ഫുഡാണ്, വെള്ളമാണ്, കുടിക്കുന്നതാണ്. ഇതൊക്കെ ചെയ്യുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതെന്തായാലും ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ഹൈലൈറ്റ് ചെയ്ത് ചോദിക്കും എന്തുകൊണ്ടാണ്. എന്നാൽ അനീഷ് തുടക്കം തന്നെ ഒരു മുടയാട്ടോ. തുടക്കം തന്നെ എന്തെങ്കിലുമൊക്കെ ഈ ചേഞ്ച് വരുത്തണം, ഗെയിം ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം അനീഷ് തുടക്കം തന്നെ ഉണ്ടായിരുന്നു. ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ തന്നെ അനീഷ് 2 കൽപ്പിച്ചാണ് പോയത്. അവിടെ മുതലേ തുടങ്ങി. എന്നാൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്ത് അനീഷ് അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു. അതിപ്പോൾ നടന്നിരിക്കുകയാണ്. ബോട്ടിൽ ചവിട്ടി പൊട്ടിച്ചതുകൊണ്ട് തന്നെ ക്വാളിറ്റി ചെക്കേഴ്സ് പറയുന്നുണ്ട് ഇനി അടുത്ത തവണ ഈ കമ്പനിയുടെ ജ്യൂസ് ഞങ്ങൾ ചെക്ക് ചെയ്യില്ല, ഞങ്ങൾ എടുക്കില്ല എന്ന്. ഏതായാലും ഈ ടാസ്ക് ഒരു കുളമായിട്ടുണ്ട്. പേഴ്സണൽ എൻ്റെ ഒരു അഭിപ്രായം, ഈ ടാസ്ക് ഈ സീസണിൽ ഒരാൾക്കും അറിയില്ല ഇത് എങ്ങനെ കളിക്കേണ്ടത്. ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലെങ്ങനെ ഫൈറ്റ് ഉണ്ടാക്കാം, എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാം എന്നാണ് ആദ്യം നോക്കുന്നത്. ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വായിച്ച് നോക്കി അതിന് മനസ്സിലാക്കി ഒരുപക്ഷെ ഇതിലും ഭംഗിയായിട്ട് അവർക്ക് ചെയ്യാം. മാക്സിമം കോയിൻസ് വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ, മാക്സിമം പോയിൻറ്റ്സ് വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഓരോരുത്തരുടെയും ആവശ്യം. ഇവർക്ക് തന്നെയുള്ള ലക്ഷറി ഐറ്റംസ് എടുക്കാനും ഇവർക്ക് തന്നെയാണ് അത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ടാസ്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതെന്തായാലും ഒരു ടാസ്ക് കിട്ടി എങ്ങനെയൊക്കെ കുളമാക്കാം എന്നുള്ള രീതിയിലാണ് ഒരാൾ പോലും ഇല്ല നന്നായിട്ട് ആ ഒരു ട്രാക്കിൽ കളിക്കുന്നത്. നല്ലൊരു ടാസ്ക് ആയിരുന്നു, പക്ഷേ ഈ വീക്കിലി ടാസ്ക് വളരെ മോശമായിട്ട്. കഴിഞ്ഞ സീസണില്ല, എനിക്ക് തോന്നുന്നു സീസൺ 5 തോന്നുന്നു ഇതുപോലത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ജ്യൂസ് അല്ലായിരുന്നു, അത് ക്ലോത്ത് സംതിങ് ആയിരുന്നു. എന്ത് രസമായിട്ടാണ് അവർ ആ ടാസ്ക് ചെയ്തത്. ഇതെന്താ വെറുതെ വഴക്ക്, ബഹളം, ചവിട്ടി പൊട്ടിക്കുന്നത്, വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത്. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത്. എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിലുണ്ടാകും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.